and see the cut first. Guys, this is Chinatown. ചൈനടൗണിലോട്ട് പോവാണ്. എല്ലാം ചൈനയിലാണ് എഴുതി വെച്ചേക്കുന്നത്. നമ്മളിപ്പോൾ ചൈനടൗണിലോട്ട് എൻ്റർ ചെയ്യാൻ പോവാ. ഈ ഒരു സ്ട്രീറ്റാണ് എല്ലാവരും പറയുന്നത്, യൂട്യൂബേഴ്സൊക്കെ പറയുന്നില്ലേ ചൈനടൗൺ. ഈ ഒരു സ്ട്രീറ്റ് കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ പായ്ക്കട റോഡാണ് ഇരിക്കുന്നുണ്ട്. ബാഗ് ഒക്കെ വിൽക്കുന്നത് മറ്റേ ചെന്നൈയിൽ സെറോണ സ്റ്റോഴ്സിൻ്റെ അരങ്ങനാഥ് സ്ട്രീറ്റില്ലേ, അതുപോലെയൊക്കെ ഇരിക്കുന്നത്. അതാണ് ചൈനടൗൺ എന്ന് പറയുന്നത്. ഞങ്ങൾ അകത്തോട്ട് കയറിയിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് ഞാനിപ്പോൾ ഞങ്ങൾക്ക് വിട്ടുതരാം. ഞങ്ങൾ ചൈനടൗണിലോട്ട് എൻ്റർ ചെയ്യാൻ പോവാണ്. ഇത് ചൈനീസ് ടെമ്പിളാണ്. രാവിലെ ഉള്ള ഓപ്പണിങ്, വൈകുന്നേരം ഓപ്പൺ അല്ല. ഇതിനോടൊരു മാരിയമ്മൻ ടെമ്പിളുണ്ട്, ഭയങ്കര ഫേമസാണ്. നമ്മളിപ്പോൾ ഇറച്ചി കഴിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഏതാ മാരിയമ്മൻ ടെമ്പിൾ കാണിക്കാം. എൻ്റെ ഫ്രണ്ടിൽ പോവാണ് ഞാൻ. മാരിയമ്മൻ This is the way. Come, Chinese. നോക്ക് വയ്യ കേട്ടാ. പക്ഷെ ധന്യ നല്ല മോട്ടിവേറ്റ് ചെയ്ത് ഹസ്നെ കൊണ്ടുവരിക. ചൈനടൗണിലോട്ട് പോവുകയാണ് ഞങ്ങൾ. No. This way. This is China temple is the identity. Okay. കോപം പറഞ്ഞ എന്താണെന്ന് വെച്ചാലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളയരുത്, വഴി മിസ്സാവരുത്, എല്ലാം ഒരേപോലെ ഇരിക്കുകയാണ്. ഇപ്പോൾ ചൈന ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയെന്ന് പറഞ്ഞു. അപ്പം ചൈനടൗണിൻ്റെ ഫ്രണ്ടിലോട്ട് വല്ലാത്തൊരു സ്ട്രീറ്റാണ് കേട്ടോ, ഹൊറബിൾ സ്ട്രീറ്റ്. ഞാൻ കുറേ വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ. കുറേ ഇതൊക്കെ പിച്ചക്കാരും അവരിവരൊക്കെ ആ സ്ട്രീറ്റിലുണ്ട്. പാത്ത് മിസ്സായി പോയതാണ്. നീ തങ്ങച്ചി കയ്യെ പിടി, ആരാധന നീ പിടി, ഹർജിത്ത് കൈ നാ പിടിക്കും. നമ്മളിപ്പോൾ എൻ്റർ ചെയ്തേക്കുന്നത് ഈ ചൈനടൗണിലാണ്. ചൈനടൗണിൽ ഇങ്ങനെ കയറുവാണ്. കടകൾ കറക്റ്റ് കേട്ടാ. ചില ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരാണ് പറയും കേട്ടാ. നമ്മുടെ നാട്ടിലെ അതേ സെറ്റപ്പ്. ഇത് ചൈനക്കാരുടെ ഹോട്ടലായിരുന്നു. ചിക്കൻ, പന്നീർ, നൂഡിൽസ്. ഇതാണ് യഥാർത്ഥത്തിൽ ചൈന സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഈ ലെഫ്റ്റിലാണ് പറയുന്നത്. കോവംപുറ പറഞ്ഞ് ഈ ലെഫ്റ്റിലോട്ട് പോയാലാണ് ഈ ചൈനീസ് സ്ട്രീറ്റ് തുടങ്ങുന്നത്. അവിടെയാണ് ഈ വലിയ ബോർഡ്. നോക്കിയാൽ ഇവിടെ പണി നടക്കും കേട്ടാ. ഇതും ചൈനീസ് സ്ട്രീറ്റാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ചൈനീസ് സ്ട്രീറ്റ്. ഇതാ ചൈനീസ് സ്ട്രീറ്റ്. കോവംബ്രോയ്ക്ക് നടക്കാൻ പോയി കേട്ടാ. അതുകൊണ്ടാണ് കോവംബ്രോ നമ്മളെ ഇറക്കി വിട്ടിട്ട് നമ്മൾ വരാൻ പറഞ്ഞത്. ഏതാ How much? 5 ringgits. വേണോ? 5 ringgits എടുക്കട്ടെ? You want? വേണോ? കൊടുക്കട്ടെ? അപ്പം വാങ്ങട്ടാ. 5 ringgits തന്നെ ഡിസ്കൗണ്ട് ആണ്. കിട്ടുമോ നമ്മളെ 5 ഡിസ്കൗണ്ട്? അപ്പോൾ എടുക്കത്തില്ലേ? ലാഭമാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. 25 റിംഗറ്റ്സ്, 15 റിംഗറ്റ്സ് കൊടുക്കും. റിംഗറ്റ്സ് 21 രൂപ. അപ്പം 600. പിന്നെ ചൈന സ്ട്രീറ്റ് എന്ന് പേര് വരാൻ കാര്യം അത് പൊതുവെ ഇട്ട പേരാണ്, അല്ലാതെ ചൈനക്കാരുടെ സ്ട്രീറ്റ് അല്ല കേട്ടോ. അത്
അവിടുത്തെ ഒരു കടയിൽ ആ പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ ചൈന സ്ട്രീറ്റിൽ നിന്ന് പേര് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ പൊതുവെ ഇവർ കോമൺ ആയിട്ട് ഇവിടുത്തെ കച്ചവടക്കാരെല്ലാം ഇവിടെ ചേർന്ന് അങ്ങനെ ഒരു പേരിട്ടതാണ്. നമ്മളവിടുത്തെ കടകളില്ലേ ചൈന സാധനങ്ങൾ വിൽക്കുന്ന കടകളെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ ഇവിടെ ചൈന സ്ട്രീറ്റിൽ നിന്ന് ഇടാനുള്ള കാരണം അതാണ്. അല്ലാതെ ചൈനീസ് ഷോപ്പ് മാത്രം ചൈനീസ് കാര്യം നടത്തുന്ന കടയല്ല ഇത്. ഗൈസ്, അങ്ങനെ ചൈനീസ് സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ ഇങ്ങനെ നടക്കുകയാണ് ഓരോ സ്ഥലത്തോട്ട്. സമയം 6:30 കഴിഞ്ഞു. ഇവിടെയും പിച്ചക്കാരുണ്ട്, കണ്ടില്ലേ? ഒരാളുടെ ഇന്ന് പൈസ വാങ്ങിക്കുന്നുണ്ടാ. ഇതൊരു സ്ട്രീറ്റാണ് കറക്റ്റ്. അർജിത്തിന് ഇവിടുത്തെ മലേഷ്യൻ പോക്കിമാൻ കാർഡ് വേണമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ റൂമിൽ പോവാതെ നേരെ പോക്കിമാൻ കാർഡ് വാങ്ങിക്കാനായിട്ട് ഇവിടെ വന്നു. നെറ്റിൽ അടിച്ചു നോക്കി ഇവിടുത്തെ ഒരു ഷോപ്പിൽ പോക്കിമാൻ കാർഡ് ഉണ്ടെന്ന് പറയുന്നത്. ബാക്കി എല്ലായിടത്തും ഒറിജിനൽ അല്ല കേട്ടോ, ഇവിടെ ഒറിജിനൽ ഉണ്ടെന്ന് പറയുന്നത്. നേരെ അങ്ങോട്ട് പോവാം. ഇതാണ് പോക്കിമാൻ കാർഡ്. മലേഷ്യൻ ഹോൾസെയിൽ പ്രൈസ് ആണ്. അത് നോക്ക്, ഇഷ്ടം പോലെ പോക്കിമാൻ കാർഡ് ഇരിക്കുന്നു, ഇഷ്ടം പോലെ പോക്കിമാൻ കാർഡ്. പ്ലെന്റി ഓഫ് പോക്കിമാൻ കാർഡ്സ് ഹിയർ. ദിസ് ഗൈ ഈസ് പോക്കിമാൻ മാൻ. സീ ദിസ്, കണ്ടില്ലേ? അടുക്കി വയ്ക്കുന്നത് ആ പോക്കിമാൻ കാർഡ്. എന്താണ് ഇതിനകത്ത് സർപ്രൈസ് എന്ന് എനിക്കറിയാൻ വയ്യ. ഇവിടുത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ പോക്കിമാൻ കാർഡ് എത്ര ഉണ്ട്? അങ്ങനെ ഞങ്ങൾ പോക്കിമാൻ കാർഡ് എടുത്തിട്ട് കോംപ്ലക്സിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. KSRTC നമ്മളെ കൊണ്ടുപോകത്തില്ല, അതുപോലെ ഈ ബസ്സിൽ നമ്മൾ ഈ മലേഷ്യ മൊത്തം ഒന്ന് കറക്കും. അധികം നേരം ഇടാൻ സമ്മതിക്കില്ല കേട്ടോ. ഒരു വണ്ടി വീട്ടുകാരൻ്റെ വണ്ടിക്ക് കോവംബ്രോയുടെ വണ്ടിക്ക് വരും, അതിൽ കയറി. ഇപ്പോൾ പോക്കിമാൻ കാർഡ് ഞങ്ങൾ കുറേ വാങ്ങിച്ച്. ഇത് ഹോൾസെയിൽ കട, നേരത്തെ കാണിച്ചില്ലേ, ഹോൾസെയിൽ ഷോപ്പ് പോക്കിമാൻ. ഇതാണ് നോക്കി ഗൈസ്, അടിപൊളി. സമയമുണ്ടെങ്കിൽ ഇതിലും കൂടെ പോയി ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, കോംപ്ലക്സിൽ നിന്ന് ഇറക്കി മസ്ജിദ് ഇന്ത്യ വഴി ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിലോട്ട് പോവുകയാണ് ഗൈസ്. Ananda Bhavan. That is hotel, Ananda Bhavan. See, and Joe Alica's showroom. Joe Alica's everywhere there. Malabar's also Joe Alica's. Oh man, full of jewelry in the area. Mottham jewelry. Combro. Yeah. What is the name of the street? Masjid India. Masjid India. Masjid India. Tamara jewelry. This what jewelry? This is like Arcane jewelry. Okay. This is the place. Oh man. Anifa, this is the place. I heard before every people you come and purchase here. Okay, here you can get everything. Okay. And salt, chocolates, everything you can get completely. Okay, then we'll come here. This is the place. But Dubai Jewelry, Gold Palace. മുമ്പ് പറയുന്ന ഒരുപാട് ഇന്ത്യൻസ് ഈ ഹനീഫ ജോസി വന്നാണ് കംപ്ലീറ്റ് ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് ഇന്ത്യയിലോട്ട് പോകുന്നത്. അത് ഏറ്റവും വലിയ സ്റ്റോറാണ്. നമ്മൾ ദുബായിൽ ചില ഷോപ്പിംഗ് സെൻ്ററുകളൊക്കെ ഇവിടുത്തെ മലേഷ്യയിൽ ഒരുമാതിരിപ്പെട്ട ഇന്ത്യൻസ് എല്ലാം ഈ ഹനീഫ ജോസി വന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിലോട്ട് പോയി. ഒന്നും കൂടെ ചെക്ക് ഇൻ ചെയ്യാനായിട്ടാണ് ഞങ്ങളുടെ റൂമിലോട്ട് പോയി.
ഗൈസ്, രണ്ടാമത് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത ഹോട്ടലിലെ വ്യൂ ആണ് ഒബ്സർവേറ്ററി ടവർ. KLCC ഒബ്സർവേറ്ററി ടവർ. പിന്നെ ഈ ഒരു ടവർ. ഇതേ ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ എടുത്തത്, ഇതേ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ എടുത്തത്. പക്ഷേ ആ വ്യൂ അങ്ങ് മാറി, കുറച്ച് ഇപ്പുറത്തോട്ടായപ്പോഴത്തേക്ക് ആ വ്യൂ അങ്ങ് മാറി. ഇത് റൗണ്ട് ബിൽഡിങ് ഇത്. നേരത്തെ ഇരുന്നത് മറ്റേ ട്വിൻ ടവറൊക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു. ഇതിപ്പം ഒബ്സർവേറ്ററി ടവർ. സെയിം റൂംസ് എല്ലാം സെയിമാണ്, ഒരു മാറ്റമില്ല. പക്ഷേ സംഭവം ടേബിളെല്ലാം സെയിമാണ്. ഒരു ടേബിൾ ഉണ്ടായിരുന്നു, ആ ടേബിളില്ല. ഇത് ഓരോരുത്തർ ലീസിനെടുത്തിട്ട് പിന്നെ റെൻ്റ് ഔട്ട് ചെയ്യുന്ന കമ്പനിയായിട്ടൊക്കെ ടൈപ്പ് ചെയ്ത്. വാഷിംഗ് മെഷീൻ, സ്പൂണൊന്നുമില്ല, പാത്രമൊന്നുമില്ല. ഇത്രേ ഉള്ളൂ ഗൈസ്. ഗുഡ് നൈറ്റ്. അപ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങാൻ പോകാൻ. നല്ല ടയർഡായി. നാളെ രാവിലെ അപ്ഡേറ്റ്സ് ആയിട്ട് വരാം.